മൂന്നാമത്തെ ട്രാക്കിൽ കടന്നുവാസ്തവർ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലാണ്. കാരിച്ചാലും പായ്പാടനും ദേവസ്വം വെള്ളംകുളങ്ങരയും തമ്മിലുള്ള മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരണം പ്രൊഫസർ ചെറിയാൻ ഇപ്പോൾ നടക്കുന്നത് ചുണ്ടൻ ലൂസേഴ്സ് ഫൈനൽ. കാരിച്ചാലും പായ്പാടനും ദേവസ്വം വെള്ളംകുളങ്ങരയും തമ്മിലുള്ള മത്സരമാണ്. മുൻകാലങ്ങളിൽ ചക്രവർത്തിമാരായിരുന്ന ചില വള്ളങ്ങളാണ് ഈ ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത്. കാരിച്ചാലിനെ കുറിച്ച് പറയുവാണെങ്കിൽ 14 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വള്ളമാണ് കാരിച്ചാൽ. 1973, 74, 75, 76, 82, 83, 84, 2001, 2003, 2008 എന്നീ വർഷങ്ങളിലെ വിജയിയാണ്. നിരവധി തവണ ഹാട്രിക് നേടിയിട്ടുള്ള വള്ളമാണ് കാരിച്ചാൽ. കാരിച്ചാൽ ഒരു കാലത്ത് പുന്നമടയിലെ രാജാവായിരുന്നു. കാരിച്ചാൽ ഈസ് കിങ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ ആണ് ഇത്തവണ അവർക്ക് മത്സരിക്കാൻ സാധിക്കുന്നത്. പുന്നമട ബോട്ട് ക്ലബ് തുഴയുന്ന തോമസ് ജോസഫിനായിട്ടുള്ള കാരിച്ചാൽ 1ാം ട്രാക്കിൽ തുഴയുന്നു. 2ാം ട്രാക്കിൽ 2ാം ഹീറ്റ്സിലെ 2ാം സ്ഥാനക്കാരനായിട്ടുള്ള പായ്പാടൻ 20ാം നമ്പർ വള്ളം വില്ലേജ് ബോട്ട് ക്ലബ് കുമരകം വിനോദാണ് ഇതിന്റെ ക്യാപ്റ്റൻ. 2005, 2006, 2007 വർഷങ്ങളിൽ വിജയിച്ച് ഹാട്രിക് നേടിയിട്ടുള്ള പായ്പാടൻ 3ാം ട്രാക്കിൽ തുഴയുന്നത് 3ാം ഹീറ്റ്സിലെ 2ാം സ്ഥാനക്കാരനാണ് 2011 വിജയിയായിട്ടുള്ള ദേവസ് ചുണ്ടൻ. 7ാം നമ്പർ ചുണ്ടൻ ജീസസ് ബോട്ട് ക്ലബ് കൊല്ലം അച്ഛൻ കുഞ്ഞ് ക്യാപ്റ്റൻ. ഒരു കാലത്ത് അതില്ലെങ്കിൽ ഏതാനും വർഷങ്ങളിൽ പുന്നമടയിൽ വളരെ പ്രശസ്തരായിരുന്നു ജീസസ് ബോട്ട് ക്ലബ്. കൊല്ലം ശൈലിയിൽ തുഴയുന്ന കുട്ടനാട് കർഷക ശൈലിയിൽ നിന്ന് മാറി കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളുടെ ശൈലിയിൽ തുഴഞ്ഞ് പല വള്ളങ്ങളെ നിരവധി തവണ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ജീസസ് ബോട്ട് ക്ലബ് തുഴഞ്ഞ ദേവാസ് ചുണ്ടന് ഇത്തവണ ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത്. 5ാം നമ്പർ വള്ളം മുന്നിൽ കാരിച്ചാലാണ് അല്പം മുന്നിൽ. അതുപോലെ തന്നെ 3ാം ട്രാക്കിൽ തുഴയുന്ന 3ാം ഹീറ്റ്സിലെ 2ാം സ്ഥാനക്കാരൻ ആണ് ദേവസ് ബോട്ട് ക്ലബ്. 4ാം ട്രാക്കിൽ തുഴയുന്ന വെള്ളംകുളങ്ങര 9ാം നമ്പർ വള്ളം. ഇപ്പോൾ അല്പം മുന്നിൽ ദേവസ് ജീസസ് ബോട്ട് ക്ലബ് കൊല്ലം ശൈലിയിൽ അച്ഛൻ കുഞ്ഞ് ക്യാപ്റ്റനായിട്ടുള്ള 7ാം നമ്പർ വള്ളം ദേവസ് ആണ് മുന്നിൽ. തൊട്ടു പുറകിൽ വെള്ളംകുളങ്ങര 1ാം ഹീറ്റ്സിലെ 2ാം സ്ഥാനക്കാരനാണ്. 1957, 58, 59 വിജയിച്ച് ഹാട്രിക് നേടി. അതിനുശേഷം 61, 68, 2002 വർഷങ്ങളിലെയും നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ഭാഗ്യം ലഭിച്ച വെള്ളംകുളങ്ങര ഇത്തവണ ചുണ്ടൻ ലൂസേഴ്സിൽ മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. മാമ്പഴക്കേരി ബോട്ട് ക്ലബ് ആണ് ഈ വള്ളം തുഴയുന്നത്. ബിനോയാണ് ഇതിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ മുൻകാലങ്ങളിൽ പേരും പ്രശസ്തിയുമുള്ള 4 ജലരാജാക്കന്മാർ ആണ്. പേരും പെരുമയും പ്രശസ്തിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാശിയേറിയ മത്സരം ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിലെങ്കിലും അവതരിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നത്. 3 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം പൊരുതുന്ന കാഴ്ചയാണ്. ചമ്പക്കുളവും പായ്പാടനും ദേവസും വെള്ളംകുളങ്ങരയും തമ്മിലുള്ള മത്സരം, വാശിയേറിയ മത്സരം. ദേവസ് മുന്നിൽ ജീസസ് ബോട്ട് ക്ലബ് കൊല്ലം തുഴയുന്ന 2011 നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ വിജയിയായിട്ടുള്ള ദേവസും പായ്പാടനും തമ്മിലുള്ള ഒരു അംഗമാണ് പുന്നമടയിൽ ആവേശങ്ങൾ ഉയർത്തിക്കൊണ്ട് പുന്നമടക്കാരുടെ വളരെയധികം ആവേശമായിട്ടുള്ള ഒപ്പത്തിനൊപ്പം ഒരു ഫൈനൽ മത്സരത്തിന്റെ എല്ലാ ആവേശവും എത്തിക്കൊണ്ട് ചുണ്ടൻ ലൂസേഴ്സ് ഫൈനൽ ദേവസാണോ വെള്ളംകുളങ്ങരയാണോ? ദേവസ് തന്നെ അല്പത്തിൽ ദേവസ് തന്നെ 2011 വിജയിയായിട്ടുള്ള ദേവസ്. കൊല്ലം ജീസസ് ബോട്ട് ക്ലബ് തൊട്ടുപിറകിൽ തന്നെ പായ്പാടൻ 20ാം നമ്പർ വള്ളം പായ്പാടൻ ഫിനിഷ് ചെയ്തു. പായ്പാടൻ 1ാം സ്ഥാനത്ത്, ദേവസ് 2ാം സ്ഥാനത്ത്. ഇതാ വില്ലേജ് ബോട്ട് ക്ലബ് കുമരകം കുട്ടനാടിന്റെയും കോട്ടയത്തിന്റെയും ശൈലി ഒത്തുചേർത്ത് വളരെ വാശിയോടുകൂടി തുഴഞ്ഞ പായ്പാടൻ
2005, 2006, 2007 വിജയിച്ചു. ഹാട്രിക് നേടിയ പായിപ്പാട്. ഇതാ റീപ്ലേ കാണുക. ചുണ്ടൻ ഫസ്റ്റ് റണ്ണർ അപ്പ് പായിപ്പാടൻ.